അവൻ ഗോൾഡ് ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1930. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നടുങ്ങി വിറച്ച് പലിയേരി ഗ്രാമം. ഇതേവരെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാത്ത നാടിന് കൊലപാതക വാർത്ത വലിയ നടുക്കമാണ് സൃഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ കരിവെള്ളൂർ പലിയേരിക്കോവിലിലെ പി ദിവ്യശ്രീയെ ഭർത്താവ് രാജേഷ് വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതി രാജേഷിനെ കോടതിയിൽ ഹാജരാക്കി. പയ്യന്നൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിന്റെ 4ാം നാളായ ഇന്നും നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് മത്സരങ്ങൾ നടന്നത്. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ കലോത്സവത്തിൽ മിന്നും പ്രകടനങ്ങളാണ് കുട്ടികൾ കാഴ്ചവെക്കുന്നതും. ഇന്ത്യ സഖ്യത്തിൽ നിന്നും വ്യതിചലിച്ചതിന്റെ ആഘാതമാണ് കോൺഗ്രസിന് പല സംസ്ഥാനങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടാൻ കാരണമായതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ EP ജയരാജൻ പറഞ്ഞു. CPM ചെറുവത്തൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ടൗണിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ശനിയാഴ്ച കേരളം ദർശിക്കാൻ പോകുന്നത് UDFന്റെ കരുത്ത് കാട്ടുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സമ്മേളനം നടക്കാവ് മിഥിലജ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. നടുങ്ങി വിറച്ച് പലിയേരി ഗ്രാമം. ഇതേവരെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാത്ത നാടിന് കൊലപാതക വാർത്ത വലിയ നടുക്കമാണ് സൃഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ കരിവെള്ളൂർ പലിയേരിക്കോവിലിലെ പി ദിവ്യശ്രീയെ ഭർത്താവ് രാജേഷ് വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. ദിവ്യശ്രീയുടെ പിതാവ് വാസുവിനും വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ കരിവെള്ളൂരിലെ പലിയേരി ഗ്രാമം വിറങ്ങലിച്ച ദിവസമായിരുന്നു. മാങ്ങാട്ടുപറമ്പ് KAPയിലെ സിവിൽ പോലീസ് ഓഫീസർ പി ദിവ്യശ്രീയെ ഭർത്താവ് K രാജേഷ് വീട്ടിൽ കയറി വെട്ടിക്കൊന്നത് ഇന്നലെ വൈകിട്ട് 5:30ഓടെയായിരുന്നു. ചന്തേര പോലീസ് സ്റ്റേഷനിൽ താൽക്കാലിക ചുമതല വഹിച്ചിരുന്നു ദിവ്യശ്രീ. ആംബുലൻസ് പോകുന്ന ശബ്ദം കേട്ടാണ് നാട്ടുകാർ സംഭവം അന്വേഷിച്ചത്. രാത്രി ഏറെ വൈകിയും വീടിനു മുന്നിൽ നാട്ടുകാർ തടിച്ചുകൂടി. ഏറെ കഷ്ടപ്പെട്ടാണ് ദിവ്യശ്രീ ജോലി നേടിയത്. ദിവ്യശ്രീ മരണപ്പെട്ടതോടെ 7ാം ക്ലാസ്സുകാരനായ ഏകമകൻ ആശിഷ് തനിച്ചായി. പ്രദേശത്തെ വീടുകളിൽ ഇന്നലെ രാത്രി നിശബ്ദതയും ഭീതിയുമായിരുന്നു. ഏറെ സൗഹൃദത്തോടെയാണ് ദിവ്യശ്രീ നാട്ടുകാരോട് ഇടപഴകിയിരുന്നത്. പലർക്കും സംഭവം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദിവ്യശ്രീയെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച പിതാവ് K വാസുവിനും വെട്ടേറ്റിരുന്നു. വാസുവിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം ഇനിയും അപകടനില തരണം ചെയ്തിട്ടില്ല. ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. നിലവിളി കേട്ട് ഓടി ഞാൻ പോയപ്പോൾ ദിവ്യ അവിടെ ഗേറ്റിനടുത്ത് കിടക്കുന്നത് കണ്ടു. അവരെ ഇവർ കൊലുത്തുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ഓടിപ്പോകുമ്പോൾ അടുത്താൽ നിന്നെയും കൊല്ലും എന്ന് പറയുകയുണ്ടായി. ഉടനെ തന്നെ അയാൾ പുറത്തേക്ക് വന്ന് റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ കത്തിയൊക്കെ വെക്കാനുള്ള ശ്രമം, ബൈക്കിൽ ശ്രമമൊക്കെ നടക്കുന്നത് കണ്ടു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് ബൈക്കിൽ അത് സ്റ്റാർട്ടാവുന്നുണ്ടായിട്ടാണ് തോന്നുന്നത്. അപ്പോഴത്തേക്ക് ഉടനെ കയറി ആൾക്കാരൊക്കെ അപ്പുറത്തിപ്പുറത്ത് അന്നേരം വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ദിവ്യയുടെ അച്ഛൻ വാസുവേട്ടനും കൊത്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ടുപേരെയും എല്ലാവരും കൂടി ആംബുലൻസ് വിളിച്ച് പയ്യന്നൂരേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. പയ്യന്നൂരെത്തിയപ്പോഴത്തേക്ക് തന്നെ ഇവർ മരിച്ചിരുന്നു ദിവ്യ. അപ്പോൾ വിദഗ്ധ ചികിത്സ വേണമെന്നും മാരകമായ മുറിവാണ് വാസുദേവത്തിനുള്ളതെന്നും അവിടുന്ന് നിർദ്ദേശിച്ചപ്പോൾ കണ്ണൂർ ബേബി മെമ്മോറിയലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. നാട്ടുകാരിൽ പലരും കണ്ണൂരിലെ ആശുപത്രിയിൽ എത്തിച്ചേർന്നു. നാടിനെ നടുക്കിയ ദുഃഖവാർത്ത കേട്ട സമീപത്തെ വീടുകളിലെ ആളുകൾ ഇനിയും ഞെട്ടലിൽ നിന്നും മുക്തരായിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
കരിവെള്ളൂർ പലിയേരിയിൽ പോലീസുകാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കത്തി പെരുമ്പാപ്പുഴയിൽ നിന്നും പോലീസും ഫയർഫോഴ്സും ചേർന്ന് കണ്ടെത്തി. പ്രതി രാജേഷിനെ കോടതിയിൽ ഹാജരാക്കി. ഫോട്ടോ കണ്ടിട്ടേ പലിയേരിയിലെ ദിവ്യശ്രീയുടെ കൊലപാതകം ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ടി അഞ്ജിതയുടെ നേതൃത്വത്തിലുള്ള ടീം കൊലപാതകം നടന്ന സ്ഥലം വിശദമായി പരിശോധിച്ച് തെളിവെടുത്തു. ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. നാടിനെ ഞെട്ടിച്ച കരിവെള്ളൂർ പലിയേരിയിലെ കൊലപാതകം നടന്ന വീടും പരിസരവും ഇന്നും ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരമാണ് കണ്ണൂർ AKP ബറ്റാലിയനിലെ സിവിൽ പോലീസ് ഓഫീസർ ദിവ്യശ്രീയെ ഭർത്താവ് രാജേഷ് വെട്ടിക്കൊലപ്പെടുത്തിയത്. കണ്ണൂരിൽ നിന്ന് ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ടി അഞ്ജിതയുടെ നേതൃത്വത്തിലുള്ള ടീം കൊലപാതകം നടന്ന സ്ഥലം വിശദമായി പരിശോധിച്ച് തെളിവെടുത്തു. പരിശോധന 2 മണിക്കൂറോളം നീണ്ടുനിന്നു. തുടർന്ന് പോലീസ് നായയും സ്ഥലത്തെത്തി. നായ മണം പിടിച്ച് റോഡിലെത്തി കൂക്കാനം ഭാഗത്തേക്കാണ് പോയത്. 1/2 കിലോമീറ്ററോളം പോയ ശേഷം നായ നിന്നു. ഇവിടെ നിന്നായിരിക്കും പ്രതി ഏതെങ്കിലും വാഹനത്തിൽ രക്ഷപ്പെട്ടതെന്ന് കരുതുന്നു. കൊലപാതകം നടത്തിയ ആയുധം നായയ്ക്ക് കണ്ടെത്താനായില്ല. റോഡിൽ പ്രതി രാജേഷ് കൊണ്ടുവന്ന പെട്രോൾ മറിച്ചതായും കാണാം. രാജേഷിന്റെ പുതിയ ബൈക്കും വീട്ടുമുറ്റത്ത് കാണാം. CI KP ശ്രീഹരിയാണ് നടപടികൾ നിയന്ത്രിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിന്റെ 4ാം നാളായ ഇന്നും നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് മത്സരങ്ങൾ നടന്നത്. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ കലോത്സവത്തിൽ മിന്നും പ്രകടനങ്ങളാണ് കുട്ടികൾ കാഴ്ചവെക്കുന്നതും. പയ്യന്നൂരിനെ പുളകം കൊള്ളിച്ചുകൊണ്ട് കലോത്സവം അതിൻ്റെ 4ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പയ്യന്നൂരിലെ എല്ലാ വഴികളും ഈ കലോത്സവ നഗരിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തന്നെ. ജില്ലാ കലോത്സവത്തിൻ്റെ 4ാം ദിവസമായ ഇന്ന് വാശിയേറിയ മത്സര ഇനങ്ങൾ തന്നെയാണ് നടന്നത്. കുച്ചിപ്പിടി, കൂടിയാട്ടം, പരിചമുട്ടുകളി, തിരുവാതിരക്കളി, കഥകളി, മിമിക്രി, നാടൻപാട്ട് തുടങ്ങിയ ഇനങ്ങളാണ് പ്രധാനമായും ഇന്ന് വേദികളിലെത്തിയത്. A. കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദി 1-ൽ കുച്ചിപ്പിടി മത്സരങ്ങൾ നടന്നു. വേദി 2-ൽ തിരുവാതിരക്കളിയും കൂടിയാട്ടം, പരിചമുട്ടുകളി, കഥകളി തുടങ്ങിയവ സെൻറ് മേരീസ് ഹൈസ്കൂളിലെ 3 വേദികളിലായും നടന്നു. ഗാന്ധി പാർക്കിലെ വേദിയിൽ ഇന്നും ഗോത്രകലകൾ തന്നെയായിരുന്നു ഉണ്ടായത്. രാവിലെ മുതൽ തന്നെ നാടൻപാട്ട് മത്സരങ്ങൾ ആരംഭിച്ചിരുന്നു. ഇരുള് നൃത്തം, പാലിയ നൃത്തം എന്നിവയും ഉണ്ടായി. BMLP സ്കൂളിൽ ദഫ്മുട്ട് നടന്നു. BMLP സ്കൂളിലെ 2ാം വേദിയിൽ അറബിക് മോണോ ആക്ട്, അറബിക് പ്രസംഗം, അറബിക് കഥാപ്രസംഗം എന്നിവയാണ് നടന്നത്. വലിയ പ്രത്യേകത ഭക്ഷണശാലയിലായിരുന്നു. ഇന്ന് പൂർണ്ണമായും അധ്യാപികമാരുടെ നേതൃത്വത്തിലായിരുന്നു ഭക്ഷണശാലയുടെ പ്രവർത്തനങ്ങൾ. 10,000-കണക്കിന് ആളുകളാണ് ദിനേന ഇവിടെ എത്തുന്നതും പ്രവർത്തനങ്ങൾ ആസ്വദിക്കുന്നതും. കുട്ടികളും വളരെ ആവേശപൂർവ്വം തന്നെയാണ് ഓരോ പരിപാടികളിലും പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സംഘനൃത്തമൊക്കെ നമുക്ക് അത് സത്യത്തിൽ കാണുന്നതാണോ, ഒരു സ്റ്റേജിൽ കുട്ടികൾ അവതരിപ്പിക്കുന്നതാണോ എന്ന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത അത്ര പെർഫെക്ഷനോടുകൂടിയും അത്രയും മനോഹരമായിട്ട് ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് നമ്മളെ സംശയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് കുട്ടികൾ കാഴ്ചവെക്കുന്നതും. ഒരു പ്രശ്നങ്ങളുമില്ലാതെ കലോത്സവം പുരോഗമിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ സന്തോഷം മാത്രമാണ് ഈ കലോത്സവ നഗരിയിൽ നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നതും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. ഇന്ത്യ സഖ്യത്തിൽ നിന്നും വ്യതിചലിച്ചതിന്റെ ആഘാതമാണ് കോൺഗ്രസിന് പല സംസ്ഥാനങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടാൻ കാരണമായതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ EP ജയരാജൻ പറഞ്ഞു. CPM ചെറുവത്തൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ടൗണിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക പോരാട്ടങ്ങളുടെയും വിധുഭൂമി സമരം, തോൽവിറക് സമരം, വിളവൊഴുക്ക് സമരം, രക്തസാക്ഷികൾ
CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുന്നോട്ട് വെച്ച ബദൽ നയമായിരുന്നു ഇന്ത്യ സഖ്യം. ഇത് ഫലം കാണുകയും ചെയ്തു. പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷമാകാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചു. എന്നാൽ ഇന്ത്യ സഖ്യത്തിൽ നിന്നും വ്യതിചലിച്ച മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചതോടെ പല സംസ്ഥാനങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയും കോൺഗ്രസ് നേരിട്ടു. മൂന്നാം LDF ഭരണം കേരളത്തിൽ ഉണ്ടായേക്കുമെന്ന ഭീതിയിലാണ് കോൺഗ്രസ് എന്നും തുടർഭരണം വരാതിരിക്കാനായി BJPയുമായി ചേർന്ന് ആസൂത്രിത നീക്കം നടത്തുകയാണെന്നും EP ജയരാജൻ പറഞ്ഞു. അങ്ങനെ താഷ്കണ്ടിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രൂപീകരിക്കേണ്ടി വന്നത് ഇന്ത്യയിലെ വിപ്ലവകാലം ലോകത്തിൽ മാർക്സത്തിന്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ മാർക്സത്തിൽ ആകൃഷ്ടരായി, ലെനിന്റെ സംഘടനാ പാഠവത്തിൽ ആകൃഷ്ടരായി വിപ്ലവകാരികളാണ് കേരളത്തിൽ കൃഷിക്കാരും തൊഴിലാളികളും ബുദ്ധിജീവികളും വിദ്യാർത്ഥികളും രംഗത്തുണ്ട്. അങ്ങനെ രംഗത്ത് വന്നവർ ഇടതുപക്ഷക്കാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്നത്തെ കോൺഗ്രസ് അല്ല, പഴയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M രാജഗോപാലൻ MLA, P ജനാർദ്ദനൻ, സാബു അബ്രഹാം, VV രമേശൻ, C പ്രഭാകരൻ, CJ സജിത്ത്, T നാരായണൻ, കൈനി കുഞ്ഞിക്കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു. വൈകുന്നേരം ചെറുവത്തൂർ കോവലിൽ നിന്നും റെഡ് വളണ്ടിയർ മാർച്ചും പൊതുപ്രകടനവും നടന്നു. ചീമേനിയിൽ വ്യവസായ പാർക്കിന്റെ പ്രവർത്തനം വേഗത്തിൽ തുടങ്ങണമെന്ന് CPM ചെറുവത്തൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കയ്യിൽ നിന്നും നേരത്തെ ഭൂമി ഏറ്റെടുത്ത് ചീമേനിയിൽ IT പാർക്ക് സ്ഥാപിക്കുന്നതിനായി തുടക്കം കുറിച്ചിരുന്നു. അവിടെ ചുറ്റുമതിലും കെട്ടിയിരുന്നു. ഇവിടെ അനുവദിച്ച IT പാർക്ക് പിൻവലിച്ചതോടെ വ്യവസായ പാർക്ക് എന്ന ആശയം സർക്കാർ മുന്നോട്ട് വെക്കുകയായിരുന്നുവെന്നും സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിൽ പറഞ്ഞു. ഷൊർണൂർ കണ്ണൂർ എക്സ്പ്രസ് മംഗളൂരു വരെ നീട്ടണമെന്ന മറ്റൊരു പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടു. ചെറുവത്തൂർ ഏരിയ സെക്രട്ടറിയായി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറിയെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ശനിയാഴ്ച കേരളം ദർശിക്കാൻ പോകുന്നത് UDFന്റെ കരുത്തുകാട്ടുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ KSSPA തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സമ്മേളനം നടക്കാവ് മിഥിലാജ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻകാർക്കും ജീവനക്കാർക്കും നൽകേണ്ട ക്ഷാമബത്തയും പെൻഷൻ കുടിശ്ശികയും അനുവദിക്കാത്ത സംസ്ഥാനത്തെ LDF സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ സംഘടിത പോരാട്ടം നടത്താൻ സമയമായെന്നും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 6-7 രൂപയ്ക്ക് ഉണ്ടായിരുന്ന മാസ്കിനും കൈയുറക്കുമൊക്കെ എത്ര ഇരട്ടിയുടെ തുകയാണ് അവർ വാങ്ങിയത്? എത്ര തുകയാണ് അവർ അതിന്റെ പേരിൽ കൊള്ളയടിക്കപ്പെട്ടത്? 1500 കോടിയോളം രൂപയുടെ കൊള്ളയടി കേരളത്തിലെ വിജിലൻസ് കൈയോടുകൂടി പിടിക്കുന്ന അവസ്ഥ കേരളത്തിലുണ്ടായി. കേരളത്തിലെ അന്നത്തെ ആരോഗ്യമന്ത്രിയെ പ്രതിനിധിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അന്നത്തെ ആരോഗ്യമന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ പറഞ്ഞു, ഇല്ല, ഇതൊന്നും ഞാൻ അറിഞ്ഞല്ല. സമ്മേളനത്തിന് മുന്നോടിയായി പെൻഷൻകാരുടെ ശക്തി പ്രകടനവും നടന്നു. ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ M രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി. P കുഞ്ഞിക്കണ്ണൻ, KV വിജയൻ, KV രാഘവൻ, PC സുരേന്ദ്രൻ നായർ, P ദാമോദരൻ, V കൃഷ്ണൻ, C ദാമോദരൻ, P രത്നകുമാർ, E മോഹനൻ, M രാഘവൻ, PP കുഞ്ഞമ്പു, KM വിജയൻ, M രവീന്ദ്രനാഥൻ പിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് പത്മനാഭൻ പലേരി ഉദ്ഘാടനം ചെയ്തു. E മോഹനൻ അധ്യക്ഷത വഹിച്ചു. VK രാമചന്ദ്രൻ, P നാരായണൻ അടിയോടി, EV ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ കൂടിയാട്ട മത്സരം ഏറെ ശ്രദ്ധേയമായി.
ചാന്ദിനി, അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമാണ് നമ്മുടെ കേരള സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത്. ഇന്ന് പയ്യന്നൂരിൽ നടക്കുന്നത് ഒരു കലകളുടെ സംഗമം തന്നെയാണ് നടക്കുന്നത്. ഒരു ഭാഗത്താണെങ്കിൽ കൂടിയാട്ടം നടക്കുകയാണ്, ഒരു ഭാഗത്ത് കഥകളി നടക്കുകയാണ്, ഒരു ഭാഗത്ത് പരിചമുട്ട് കളി നടക്കുകയാണ്. ആകെ ഒരു കലയുടെ സംഗമം തന്നെയാണ് അല്ലേ നടക്കുന്നത്. അപ്പൊ നമ്മളോടൊപ്പം ചേരുന്ന ഈ ടീം എന്ത് പരിപാടിയാണ് പങ്കെടുത്തവര്? ഇതിപ്പോ കൂടിയാട്ടം നമ്മുടെ ഈ ലോക പൈതൃകമായിട്ട് യുനെസ്കോ അംഗീകരിച്ച ഭാരതീയ കലയാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. ഇവിടെ അഭിനയ കല നൃത്തത്തെക്കാൾ പ്രാധാന്യം അഭിനയ കലയ്ക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടിയാട്ടം അഭിനയത്തിന്റെ അമ്മ എന്ന് കൂടി ഒരു വിശേഷത നമ്മുടെ ഈ കൂടിയാട്ടത്തിനുണ്ട്. ഇവിടെ നമ്മോടൊപ്പം ഉള്ളത് കൂടിയാട്ടത്തിന്റെ കൊച്ചു മിടുക്കുകളാണ്, അവരുടെ അധ്യാപക കൂടിയാണ്. നമുക്ക് ഇവരുടെ പേരുകളൊന്നും ആദ്യം ചോദിച്ചറിയാം അല്ലെ നികേഷ്? നിങ്ങളുടെ പേര്? സാത്വിക. ഏത് കഥാപാത്രമാണ് ഈ കൂടിയാട്ടത്തില്? ഞാൻ കൊട്ടിനായിട്ടാണ് അല്ലേ? ശിവദ, ശ്രീരാമൻ, ടീച്ചറാണല്ലേ? ടീച്ചറെല്ലാം പഠിപ്പിക്കുന്നത്, സ്റ്റുഡൻ്റ് ആണ് കേരള കലാമണ്ഡലത്തിലെ. അപ്പം ഞങ്ങൾ ആശാന്റെ കൂടെ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട് ഇവരെ. അപ്പൊ പേരെന്താ? അർച്ചന. അമേയ, സീത, പ്രാർത്ഥന, ഞാൻ ലക്ഷ്മണ. അപ്പോ ഇവരാണ് നമ്മുടെ കൂടിയാട്ടത്തിന്റെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഏതാണ് നിങ്ങളുടെ ആ ഒരു ഈ കൂടിയാട്ടത്തിന്റെ ഇതെന്താണ്, തീം എന്തായിരുന്നു? ശൂർപ്പണഖാംഗം എന്നാണ് പേര്. ശ്രീരാമൻ, ലക്ഷ്മണൻ, ശൂർപ്പണഖ, ലളിത, സീത എല്ലാം കൂടി ചേർന്ന ഒരു ഇതാണ്. ലളിതയ്ക്ക് ശ്രീരാമനോട് ഇഷ്ടം തോന്നിയിട്ട് ശ്രീരാമനോട് പോയിട്ട് പ്രണയാഭ്യർത്ഥന ചെയ്യുന്നതും, ശ്രീരാമൻ ലക്ഷ്മണന്റെ അടുത്തോട്ട് പറഞ്ഞു വിടുന്നതും, ലക്ഷ്മണന്റെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ ലക്ഷ്മണൻ ശ്രീരാമന്റെ അടുത്ത് പോകാൻ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ദേഷ്യം വന്ന ലളിത ഇനിയും ഇവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വിടുകയാണെങ്കിൽ എൻ്റെ രാക്ഷസി രൂപത്തെ സ്വീകരിക്കുമെന്ന് പറഞ്ഞു പോവുകയാണ്. അവിടെ പോകുമ്പോൾ ലക്ഷ്മണൻ പിന്നെയും പറഞ്ഞു വിടുമ്പം ശൂർപ്പണഖയുടെ വേഷത്തിലായി വരും. പിന്നെ ശൂർപ്പണഖയും ലക്ഷ്മണനും തമ്മിലുള്ള യുദ്ധമാണ് കാണിക്കുന്നത്. അതോടുകൂടി യൂത്ത് ഫെസ്റ്റിവലിൽ അത്രേ കാണിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് നീളം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ലക്ഷ്മണൻ കർണനാസിക ഛേദനം ചെയ്യുന്ന ഭാഗമൊക്കെ ഉണ്ട്. അത് യൂത്ത് ഫെസ്റ്റിവലിൽ കാണിക്കാറില്ല, ഇവിടെ ഇത്രയും കൊണ്ട് നിർത്താറുണ്ട്. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ശൂർപ്പണഖയൊക്കെ വളരെ ഗംഭീരമായിട്ട് തകർത്താടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. എല്ലാവരും നല്ല രീതിയിൽ. പിന്നെ നിങ്ങളുടെ സ്കൂളിന്റെ പേര് നമ്മൾ പറഞ്ഞല്ലോ, കാഞ്ഞിരോട് ശങ്കരവിലാസം യു പി സ്കൂൾ. ശങ്കരവിലാസം സ്കൂളിലെ കുട്ടികൾ സ്ഥിരമായിട്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കാറുണ്ടോ? നമ്മുടെ സ്കൂളിൽ ആദ്യമായിട്ടാണ് കൂടിയാട്ടം. ആദ്യമായിട്ടാണ് അല്ലേ? എന്ത് തോന്നുന്നു ഇത് അവതരിപ്പിച്ചപ്പോ? സന്തോഷമുണ്ട് അല്ലേ? ഒരുപാട് സന്തോഷം. ഒരുപാട്. അപ്പോ ടീച്ചറാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ വേഷവിധാനങ്ങളൊക്കെ ഒരുക്കിയതാരാ? സ്ത്രീവേഷങ്ങളെ ഒരുക്കിയത് ഞങ്ങളാണ്. പിന്നെ ചുട്ടി കാര്യങ്ങൾ വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്, അവിടെ നിന്ന് തന്നെയുള്ള ആൾക്കാർ. എന്തായാലും വളരെ മനോഹരമായിരിക്കുകയാണ്. അതെ, ഇവരൊക്കെയും എത്ര സമയം എപ്പോഴാണ് ഈ മേക്കപ്പ് തുടങ്ങിയിട്ടുള്ളത്? രാവിലെ തുടങ്ങിയിട്ടുണ്ടല്ലേ? ഇപ്പം ഏകദേശം സമയം 12 മണിയോട് ആയി. അപ്പോൾ ഇപ്പോഴാണോ കളിച്ചിറങ്ങിയത്? അതെ, ഇപ്പോഴാണ് കളിച്ചിറങ്ങിയത്. ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടോ? കെട്ടിവെച്ചതിൻ്റെ ഒക്കെ കുറച്ചൊക്കെ ഉണ്ടല്ലേ? അപ്പൊ ഇതിന്റെ ഒരു എഫേർട്ട്, ഇതിന്റെ ഒരു എഫക്റ്റ് നമുക്ക് അവിടെ സ്റ്റേജിൽ കൊടുക്കാൻ വേണ്ടി സാധിച്ചോ? കിട്ടുമോ? നമ്മുടെ ജില്ലയിൽ 1ാം സ്ഥാനം അടിക്കാൻ വേണ്ടി സാധിക്കുമോ നമുക്ക്? അങ്ങനെയാണ് ഒരു പ്രതീക്ഷ അല്ലേ? അപ്പോൾ നല്ല രീതിയിൽ തന്നെ കുട്ടികളൊക്കെ വിചാരിച്ച രീതിയിൽ കൂടിയാട്ടത്തിന്റെ ഈ ഒരു കല നല്ല രീതിയിൽ തന്നെ അവരവിടെ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കലോത്സവ വേദികളിൽ ഇത്തരം കലകൾ വരുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്തായാലും നമുക്ക് അടുത്ത വേദിയിലേക്ക് പോകാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ ഈ കലോത്സവ വേദിയിൽ നിന്നും അഗ്നിവേശനും നികേഷ് താവത്തിനുമൊപ്പം ചാന്ദിനി. കലോത്സവ നഗരിയിലെത്തുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കി പിങ്ക് പോലീസ്. പൊതു ഇടങ്ങളിൽ സ്ത്രീ സുരക്ഷ കർശനമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ത്രീകളായ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമടങ്ങുന്ന പിങ്ക് പോലീസ് വിഭാഗത്തിന് രൂപം നൽകിയത്. കലോത്സവ നഗരിയിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറെ സഹായകമാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഹലോ മാം, ഇപ്പോൾ പിങ്ക് പോലീസിന്റെ സാന്നിധ്യം ഇവിടെ എല്ലാ സമയത്തും ഉണ്ട് എന്ന് തന്നെ നമുക്കിവിടെ കണ്ടാൽ തന്നെ മനസ്സിലാകും. രാവിലെ മുതൽ എല്ലാ സമയത്തും ഇവിടെ തന്നെ ഉണ്ട്. മാം, എന്താണ് പിങ്ക് പോലീസ് എന്ന് പറയുമ്പോൾ? പിങ്ക് എന്നുള്ള വാക്കിൽ തന്നെ പിങ്ക് എന്നുള്ളത്, അതായത് സ്ത്രീകളെയും കുട്ടികളെയും ഒരു സൗഹൃദ പോലീസ്. അതായത് സാധാരണ പോലീസ് എന്നുള്ള ഒരു കൺസേൺ അല്ല നമ്മൾ. അതായത്
ബാക്കിയുള്ളവരോട് പെരുമാറുന്നതിനേക്കാളും കുറച്ചും കൂടി സ്വാതന്ത്ര്യത്തോടെ വരാൻ പറ്റുന്ന ഒരു യൂണിറ്റാണ് കേരള പോലീസിന്റെ പിങ്ക് യൂണിറ്റ്. അപ്പൊ ഈ പെൺകുട്ടികളാണെങ്കിലും പൊതുവെ പറയാനൊക്കെ മടിയിലുള്ള കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ ഈ പിങ്ക് പോലീസിന്റെ അടുത്ത് ധൈര്യത്തിൽ വന്ന് മനസ്സ് തുറന്ന് പറഞ്ഞ് സംസാരിക്കാൻ പറ്റും. ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടോ കുട്ടികളൊക്കെ കാണുമ്പോൾ? യൂണിഫോം പോലീസ് ആണെങ്കിൽ പോലും ഞങ്ങളോട് കുറച്ചുകൂടി സൗഹൃദപരമായിട്ടാണ് എല്ലാവരുടെയും പെരുമാറ്റം. അത് പബ്ലിക്കിന്റെ എല്ലാവരുടെയും, അത് കുട്ടികൾ മാത്രമല്ല പബ്ലിക്കിന്റെ മുതിർന്നവരുടെ എല്ലാം പെരുമാറ്റം ആ ഒരു രീതിയിലാണ്. വെച്ചാല് അവരോട് പറയുന്ന പുറത്ത് മറ്റുള്ളവരോട് പറയാൻ മടിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളോട് വന്ന് പറയാറുണ്ട്. മാമിന്റെ പേര്? ജയശ്രീ നളിനി. അപ്പൊ നമ്മുടെ ഈ പയ്യന്നൂർ സ്റ്റേഷനിലെ അല്ല, ഞങ്ങൾ തളിപ്പറമ്പിലാണ് അതിന്റെ പേസ്. തളിപ്പറമ്പ് പരിദാസിലാണ്, ഇതിനകത്ത് അറ്റച്ചാണ്. അതെ. ഇവിടെ എത്ര ആള് വന്നിട്ടുണ്ട് നിലവിൽ? ഇപ്പൊ ഇവിടെ ഞങ്ങളിപ്പം ഇന്ന് 2 പേരുണ്ട് ഡ്യൂട്ടിയിൽ. ഇന്ന് 2 പേരുണ്ട് അല്ലേ? അതായത് എനിക്ക് അറിയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പെൺകുട്ടികൾക്ക് ഒരു സേവനം ആവശ്യമാണെന്ന് പറയാം. പിങ്ക് പോലീസിന്റെ സേവനം കുട്ടികൾക്ക് ആവശ്യമാണ്. അപ്പോ അവർ പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത്? അല്ല, ഞങ്ങളുടെ ഇതിന്റെ പോലീസിന്റെ ഒരു 112 എന്നുള്ള നമ്പർ ഉണ്ട്. ആ 112 പിന്നെ തിരുവനന്തപുരം ബേസ് ആയിട്ടുള്ള നമ്പറാണ്. അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്താൽ പിങ്ക് പോലീസിന്റെ സേവനം വേണ്ടത് ഞങ്ങൾ കോൺടാക്ട് ചെയ്യും. ഞങ്ങൾക്ക് ഇതിനകത്തൊരു ടാബ് ഉണ്ട്. അപ്പൊ അതിൽ അവര് ഞങ്ങൾ കോൾ വരും. അതായത് അതൊരു കേന്ദ്രീകൃത നമ്പറാണ്. അതുപോലെ ചാന്ദിനി, നമ്മുടെ കൂടെ SPC കാഡറ്റുകളുണ്ട് 2 പേര് കേട്ടോ. SPCയുടെ പ്രവർത്തനങ്ങളും നമുക്ക് എടുത്തു പറയേണ്ടതാണ് അല്ലെ? പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളില് പോലീസിനോടുള്ള താല്പര്യം കൊണ്ടാണോ മോളെ SPCയിലേക്ക് വന്നത്? പോലീസിനോടുള്ള താല്പര്യം കൊണ്ടാണ്. മോളുടെ പേരെന്താ? അനുഷ്മിത. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ബോയ്സിലാണ്. മോളുടെ പേരെന്താ? സ്നേഹ. വീട് എവിടെയാ? പരിയാരത്ത് അല്ലെ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +1. ഏത് ക്ലാസ് മുതലാണ് SPCയിൽ ചേർന്നത്? +1 മുതൽ. SPCയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ? നമ്മള് ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ എല്ലാവരും മാലിന്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ പറഞ്ഞ് വേസ്റ്റ് ബില്ല് ഇടിപ്പിക്കുന്നു. അതേപോലെ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്കൂൾ സമയത്ത് ട്രാഫിക് ഒക്കെ നിയന്ത്രിക്കുന്നത് SPCയുടെ നേതൃത്വത്തിലാണ് പല സ്ഥലങ്ങളിലും. അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലേ? SPCയുടെ സാറിന്റെ പേരെന്താ? ശ്രീലാൽ, അങ്ങനെ എന്തോ. അതെ അല്ലെ? അപ്പൊ എന്തായാലും ഇവിടെയൊക്കെ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമാണ് അല്ലെ? അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. നമുക്ക് അടുത്ത വേദിയിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. കലോത്സവ നഗരിയിൽ നിന്നും പിങ്ക് പോലീസിനും SPC കാഡറ്റിനും ഒപ്പം നമ്മുടെ അഗ്നിവേശ് ക്യാമറാമാനൊപ്പം നികേഷ് താവം, ചാന്ദിനി. ജില്ലാ കലോത്സവത്തിൽ തിരുവാതിരക്കളിയിൽ വാശിയേറിയ മത്സരമാണ് അരങ്ങേറിയത്. കേരളീയ വേഷം ധരിച്ച് വേദിക്കരികിൽ അവസരം കാത്തിരിക്കുന്ന മത്സരാർത്ഥികളുടെ വിശേഷമറിയാം. അപ്പൊ ചാന്ദിനി, അപ്പൊ നമ്മുടെ സ്കൂൾ ജില്ലാ കലോത്സവം പയ്യന്നൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 4ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കൂടെ കുറെ മലയാളി മംഗന്മാരാണ് ചേർന്നിരിക്കുന്നത് അല്ലെ? അതായത് കേരളത്തിന്റെ തനത് കലയാണ് അല്ലെ തിരുവാതിര കളി. അത് തിരുവാതിര കളിയിലെ മംഗന്മാരാണ് നമ്മോടൊപ്പം ചേരുന്നത്. മക്കളെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കീഴൂർ വാർഡവേഴ്സ് UP സ്കൂൾ. അതല്ലേ? കളിച്ചോ? നന്നായി കളിച്ചു അല്ലേ? അപ്പൊ ആരാ ഇതിൽ പാട്ട് പാടുന്നത്? ഒന്ന് നിങ്ങളുടെ പാട്ടൊന്ന് പാടിയേ. പാടിക്കോളൂ. എല്ലാരും കൂടും കേട്ടോ. ഉമാ മഹേശ്വര കുമാര ഗണപതി നമാമി ഗജമുഖ ദയാനിധേ. ഉമാ മഹേശ്വര കുമാര ഗണപതി നമാമി ഗജമുഖ ദയാനിധേ. നന്നായിരുന്നു കേട്ടോ. അപ്പൊ ചാന്ദിനി, നമുക്ക് വേറൊരു ടീമും കൂടി ഉണ്ടല്ലോ, അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചുണക്കുട്ടികൾ കളിച്ചിറങ്ങിയവരാണ്. നല്ല രീതിയിൽ തന്നെ ഇവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളെ. നിങ്ങൾ ഏത് സ്കൂളാ? AS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അഞ്ചരക്കണ്ടി. അപ്പോ കളിച്ചതിന്റെ കോൺഫിഡൻസ് ഒക്കെ എങ്ങനെയുണ്ട്? കിട്ടുമോ നമുക്ക്? ജില്ലയിൽ 1ാം സ്ഥാനം അടിക്കുവോ? വാങ്ങണം. ആ ഒരു കോൺഫിഡൻസിലല്ലേ കളിച്ചതല്ലേ? നമ്മുടെ ഇതിലെ പാട്ടുകാരാരാ? നമുക്ക് അതിലേയും 2 പേര് കേൾക്കാലോ. നമുക്ക് ഇവരോട് കോമ്പറ്റീഷൻ കളിക്കണ്ടേ? വാ, അടുത്തോട്ട് പാടിക്കോളൂ. പാടി. കാട്ടുപൂച്ചോലകൾ പൊട്ടിച്ചിരിക്കണ കാട്ടുമുല്ലപ്പൂ മുക്കുറ്റിയും പിച്ചകം തെച്ചി മൊച്ചമ്മയും നല്ല കറുകയും കൂട്ടിനുണ്ടേ. കാറ്റൊന്ന് വീശണ മാരിയും പെയ്യണ കൂട്ടിനെ നീയും പോരണുണ്ടോ? കേൾക്കണുണ്ടെന്നോ തോറ്റവും പാട്ടും ആട്ടമിന്നാടാൻ പോരണുണ്ടോ? ആടാമിന്നാടിയിട്ട് പാടാമാരോ മലൻ കനവായി ആരോരും വന്നിലൈ വഴി പോരൂ നീ എൻ കണവായി. നമ്മുടെ ഈ തിരുവാതിര കളിയുടെ 2 ഭാഗം കേട്ടു. കുമ്മിയും കേട്ടു, തുടക്കവും കേട്ടു. അപ്പൊ അതുപോലെ നമുക്ക് ഇവരെ പഠിപ്പിച്ച അധ്യാപകരുണ്ടല്ലോ, അവരുടെ എഫേർട്ട് നമുക്ക് പറയാം. അവരോടൊന്നും ചോദിച്ചു. നമ്മുടെ ഈ സ്കൂളിന്റെ ഇത് നിങ്ങളുടെ തിരുവാതിര കളിയുടെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ആരാ? അപ്പൊ സപ്പോർട്ടിങ് ആരാ?
ജ്യോതിഷ്, അപ്പോ സാർ എന്ത് തോന്നുന്നു? കുട്ടികളെ പ്രതീക്ഷ രീതിയിൽ കളിച്ചിട്ടുണ്ടോ? പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ട് കളിച്ചു. സബ് ജില്ലയിൽ ഇത്ര നന്നായിട്ട് കളിച്ചിരുന്നില്ല. അതിനേക്കാൾ എത്രയോ നന്നായിട്ട്, പിന്നെ കുറേ ദിവസം നല്ലോണം പ്രാക്ടീസ് ചെയ്ത കുട്ടികൾ, അതിന്റെ നല്ലൊരു എഫേർട്ട് സ്റ്റേജിൽ കാണാനുണ്ടായിരുന്നു. നന്നായിട്ട് കളിച്ചു. അപ്പോൾ എത്ര നാളെടുത്ത് ഇവരൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ? ഇതിപ്പോ നമ്മള് സ്കൂൾ തലം തൊട്ടിട്ട് ഒരു രണ്ട് മാസമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ UP ഭാഗത്തിന് സ്റ്റേറ്റ് ഇല്ലല്ലോ, തലസ്ഥാനം ഇല്ലല്ലോ അല്ലേ? ഇതായിരുന്നു നിങ്ങളുടെ മാക്സിമത്തിന്റെ ഇവിടെ അത് ആ ഒരു രീതിയിൽ തന്നെ അവിടെ കളിച്ചിട്ടും ഉണ്ടാകണം എന്നാണ്. നമ്മുടെ ഈ തിരുവാതിരക്കളി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ചുരുക്കം എന്താ? നമ്മുടെ ഈ തിരുവാതിരക്കളിയുടെ തിരുവാതിരക്കളി എന്ന് പറഞ്ഞാൽ സാധാരണ പണ്ട് കാലങ്ങളിൽ തിരുവാതിര നൊയമ്പ് നോറ്റിട്ട് അവർ ചെയ്യുന്നതാണ്, സ്ത്രീകൾ ചെയ്യുന്നതാണ്. അത് പിന്നെ അതിന് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ്, പിന്നെ അതിൻ്റെ പദം, പിന്നെ കുമ്മി, പിന്നെ മംഗളം. അങ്ങനെയാണ് അത് അവതരിപ്പിക്കുന്നത്. അത് തനിയുടെ ചിട്ട വരുന്നത്. അതിൻ്റെ തനതായ ഡ്രസ്സിങ്ങും കാര്യങ്ങളും അതെല്ലാം ചെയ്താക്കിയിട്ടുണ്ട്. അതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തത് ഇവരാണ് ചെയ്തത്. ജിതേച്ചിയാണ് കോസ്റ്റ്യൂം. നമ്മുടെ ഈ കോസ്റ്റ്യൂമിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? തനത് കലയല്ലേ, തിരുവാതിരക്ക് ഹെയർ സ്റ്റൈലൊക്കെ പുഷ്പങ്ങൾ വേണം. അമ്മക്കെട്ടാണ്, തല മുടികെട്ട് അമ്മക്കെട്ടായിരിക്കണം. അത്തരത്തിൽ അതൊക്കെ നിർബന്ധമായിട്ടുണ്ടല്ലേ കലോത്സവത്തിൽ? അപ്പോൾ നമ്മുടെ ബഷീർ മാഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജ്യോതിഷിലേക്ക് വരാം. ജ്യോതിഷ്, പിന്നെ ഇവിടെ നമ്മുടെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഡാൻസ് പഠിപ്പിക്കുന്ന, പണ്ട് മുതലേ ഡാൻസിലേക്ക് വരുന്നവരുണ്ട്. ഈ യുവതലമുറ ഡാൻസിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ടല്ലേ പൊതുവെ? പിന്നെ ഇപ്പോഴും വരുന്നു. അതൊരു താല്പര്യം കൊണ്ട്, ഡാൻസിനോടുള്ള താല്പര്യം. ജ്യോതിഷ് പൊതുവെ ഡാൻസ് കളിക്കുന്നതാണോ? കളിക്കുന്നതാണ്, പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴാണ് പിന്നെ ഇപ്പോൾ ഈ കലോത്സവ വേദിയിലേക്ക് ഇറങ്ങിയതല്ലേ? അപ്പോൾ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഇപ്പോൾ കലോത്സവ വേദിയിൽ പ്രതീക്ഷിച്ച ഒരു എഫക്റ്റ് കിട്ടിയോ കുട്ടികളുടെ? നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സംഘർത്തം നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പൊ ചാന്ദനെ, നമുക്ക് നമ്മുടെ വാർഡുന്നവർ UP സ്കൂളിലെ കുട്ടികളുണ്ട്. അവരുടെ അധ്യാപകരുടെ കാര്യങ്ങൾ ചോദിച്ചാൽ എന്താ പേരെന്താ? മിനി ടീച്ചറാണോ പഠിപ്പിച്ചത് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു കുട്ടികൾ? സൂപ്പറായിട്ട് കളിച്ചു അല്ലേ? പ്രൈസ് കിട്ടുക എന്നുള്ളത്, നന്നായി കളിക്കുക എന്നുള്ളത് എല്ലാവർക്കും പെർഫോമൻസ് സൂപ്പറായിട്ടുണ്ടല്ലേ? എത്ര ദിവസം എടുത്തു ഇത് പഠിപ്പിക്കാൻ? ഒരു മാസം കൊണ്ട് പഠിച്ചു. എല്ലാവരും രാവിലെ വന്ന് കളിക്കുവോ അല്ലേ? സ്കൂള് തുടർച്ചയായിട്ട് തിരുവാതിരക്കളിയിൽ പങ്കെടുക്കുന്നുണ്ടോ? നമ്മുടെ കഴിഞ്ഞ വർഷം പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. നമുക്ക് കൂടുതൽ സമയം ചെലവഴിക്കാനില്ല. തിരുവാതിരക്കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വേദിയിലേക്ക് പോകാം. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 4ാം ദിനം കേരളത്തിന്റെ ക്ലാസിക് ഇനമായ കഥകളി അരങ്ങേറി. അരങ്ങിൽ ആട്ടവിളക്ക് തെളിഞ്ഞപ്പോൾ കഥകളിയിൽ വാശിയേറിയ മത്സരമാണ് നടന്നത്. നമ്മുടെ കേരളത്തിന്റെ ഒരു തനത് കലാരൂപമാണ് കഥകളി എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു കലോത്സവ നഗരിയിൽ കഥകളി വേഷമണിഞ്ഞ് ഓരോ വിദ്യാർത്ഥികളെയും കാണുമ്പോൾ ആ ഒരു കേരളത്തിന്റെ തനിമ ഇവിടെ കലോത്സവ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതിന്റെ ഒരു ഉപമ കൂടിയാണ്. ഇവിടെ നമ്മുടെ കഥകളി കഴിഞ്ഞ് ഇപ്പോൾ വേദിയിൽ നിന്ന് ഇറങ്ങിയ ഒരു കുട്ടിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ വിജയ് ചേട്ടാ? കൂടെയുണ്ട്. മോന്റെ പേര് രമേശ്. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? കണ്ണൂർ ജില്ലയിൽ സെന്റ് മൈക്കിൾസ്. അപ്പോൾ ആശാന്റെ പേരെന്താ? ഞാൻ കലാമണ്ഡലം വെങ്കിട്ടരാമൻ, കല്ലേക്കുളങ്ങര, പാലക്കാട് നിന്ന് വരുന്നു. സാറിന്റെ എത്ര കുട്ടികളുണ്ട്? ഇന്ന് 9 കുട്ടികളുണ്ട്. 9 കുട്ടികൾ ഇവിടെ ഉണ്ട് ജില്ലാ കലോത്സവത്തിൽ അല്ലേ? അപ്പൊ നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിൽ മാത്രമാണോ സാർ പഠിപ്പിക്കുന്നത്? അല്ല, പാലക്കാട് ജില്ലയിലുണ്ട്. പാലക്കാട്, കണ്ണൂർ ജില്ലയിലായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ കഥകളിക്ക് അഭ്യസിക്കാറുണ്ട്. കുട്ടികളെ സബ് ജില്ല, ജില്ല, സംസ്ഥാനം വരെ കുട്ടികളെ കൊണ്ടുപോകാറുണ്ട്. നമ്മുടെ ഈ കഥകളിയുടെ അദ്വൈതി ചെയ്ത കഥകളിയുടെ തീം എന്തായിരുന്നു? അയാള് കാലകേവതം കഥയിലെ അർജുനന്റെ ഇന്ദ്രനെ, അതായത് സ്വന്തം പിതാവായ ഇന്ദ്രനെ കാണാനായിട്ട് അർജുനൻ സ്വർഗത്തിലെത്തി. ആ സമയത്ത് അർജുനനെ കണ്ട, അതായത് ഇന്ദ്രൻ ആണ് അച്ഛൻ എന്നറിയാം അർജുനന്. പക്ഷെ ആദ്യമായി കാണുകയാണ്. ജനിച്ചതിന് ശേഷം അച്ഛനെ കാണാത്ത അർജുനൻ കാലങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ ആഗ്രഹപ്രകാരം സ്വർഗത്തിലെത്തി. അപ്പോൾ സ്വർഗത്തിലെത്തിയ ശേഷമുള്ള ആ അച്ഛനോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കുന്നതും ഇഷ്ടം പ്രകടിപ്പിക്കുന്നതും ഒപ്പം അച്ഛൻ്റെ എന്തുദ്ദേശമാണ് ഞാൻ നിറവേറ്റേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ പ്രകടനമാണ് ഈ സമയത്ത് അർജുനൻ ചെയ്യുന്നത്. ആ ഒരു ഭാഗമാണ് ചെയ്തത്. അതിൽ വളരെ ചിട്ടപ്രധാനമാണ്. പ്രത്യേകിച്ച് ചിട്ടപ്രധാനമായുള്ള കോട്ടയം കഥകളുടെ 4 കഥകളാണ്. അതിലത്തെ കാലകേവതം കഥയിലത്തെ അർജുനൻ്റെ ഭാഗമാണ് ചെയ്തത്.
എന്തായാലും സാർ നമുക്കിത് പറയുമ്പോൾ ഇന്ന് കുട്ടികൾ ഈ രംഗത്ത് പ്രത്യേകിച്ച് കഥകളി പോലുള്ള കലാരൂപങ്ങൾ പഠിക്കുന്നതിനും അത് വേദിയിൽ അവതരിപ്പിക്കുന്നതിനും വേണ്ടി തയ്യാറാവുന്നുണ്ട്. ചിലപ്പോൾ യുവജനോത്സവ വേദികളിൽ മാത്രമായി ഒതുങ്ങുന്നുണ്ടോ ഇത്തരം കലാരൂപങ്ങൾ? എന്താണ് അതേക്കുറിച്ച് പറയുന്നത്? അല്ല, പണ്ടത്തെ അപേക്ഷിച്ച് പണ്ട് കലോത്സവ വേദിയിൽ മാത്രമായിരുന്നു പല കലകളെങ്കിലും ഇന്നിപ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ പോക്ക് തന്നെ വളരെ സ്പീഡായിട്ടുണ്ട്. ആ സ്പീഡിനനുസരിച്ച് എല്ലാ ജില്ലകളിലും അതായത് എല്ലാ കലകളും അഭ്യസിപ്പിക്കാൻ ശാസ്ത്രീയമായി അറിയുന്ന ആചാര്യന്മാരോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ആളുകളുണ്ട്. അത് നൃത്തമായാലും അത് കഥകളി പോലുള്ള കലയായാലും വാദ്യമായാലും സംഗീതമായാലും ഇപ്പോൾ തായമ്പക പഠിക്കൽ, പഞ്ചവാദ്യം പഠിക്കൽ, മേളം പഠിക്കൽ, ഇതൊക്കെ ഈ കാലത്ത് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ ജില്ലകളിലും പ്രായഭേദമന്യേ എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് അതിന് അവസരമുണ്ട്. പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് ബഹുജനങ്ങൾ എല്ലാം കലകൾ പഠിക്കാൻ സമയം കണ്ടെത്തുന്നു. കുടുംബത്തിൽ നിന്ന് സംസാരിച്ച് ഏത് കുടുംബിനിയായുള്ള സ്ത്രീകൾ ഇറങ്ങി വരുന്നുണ്ട്, പുരുഷന്മാരുണ്ട്, തൊഴിൽ രംഗത്തുള്ളവരുണ്ട്. നല്ലൊരു മുന്നേറ്റമാണ്. എന്തായാലും കഥകളി വേദിയിൽ നവരസ ഭാവങ്ങൾ മിന്നിമറിഞ്ഞപ്പോൾ കാണാനും ഒരുപാട് ആളുകൾ പയ്യന്നൂരിലെ കലോത്സവ നഗരിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഥകളി കൂടെ കാണാം. പയ്യന്നൂരിൽ നിന്ന് ക്യാമറമാൻ അഗ്നിവേശിനോടൊപ്പവും ചാന്ദിനിയോടൊപ്പവും നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. ഗോത്രകലകൾ ഉൾക്കൊള്ളിച്ചതാണ് ഇത്തവണത്തെ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ കലകൾ യഥാർത്ഥത്തിൽ കാണിച്ചു തരുന്നത് പ്രാകൃതരായിരുന്ന നമ്മൾ എങ്ങനെ ഇന്ന് കാണുന്ന നമ്മളായി എന്നതാണെന്ന് പ്രശസ്ത നാടൻ കലാകാരൻ ഉദയൻ കുണ്ടംകുഴി പറയുന്നു. ഈ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഗോത്ര കലകൾ ഉൾപ്പെടുത്തിയെന്നതാണ്. നമ്മുടെ പല അന്യം നിന്ന് പോകുന്ന പല കലാരൂപങ്ങളും ഇപ്പോഴും നിലനിന്നു പോകുന്നത് യുവജനോത്സവ കലോത്സവ വേദികളിൽ മാത്രമാണ്. നാടൻ കലകൾക്കായി തന്റെ ജീവൻ തന്നെ ഒഴിഞ്ഞു വെച്ച് ഉദയൻ കുണ്ടംകുഴി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ഈ ഗോത്രകലകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനുണ്ട്. കാസർഗോഡിന്റെ മാത്രം തനത് കലയായിരുന്ന യക്ഷഗാനമൊക്കെ തിരുവനന്തപുരം വരെയുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ പഠിച്ച് ചെയ്യുന്നതൊക്കെ ഈ കലോത്സവ വേദികളിൽ ഉൾപ്പെടുത്തിയതുകൊണ്ടാണ്. അതുപോലെ ഇനി നമ്മുടെ ഗോത്രകലകളും കുറേ കാലം ഇതുപോലെ ഇങ്ങനെ നിലനിന്നു പോയി യുവജനോത്സവ വേദികളിൽ അല്ലെങ്കിൽ കലോത്സവ വേദികളിൽ ഉൾപ്പെടുത്തിയത് വലിയ ഒരു വിപ്ലവകരമായ മാറ്റം തന്നെയല്ലേ? തീർച്ചയായിട്ടും എന്നേ ഉൾപ്പെടുത്തേണ്ട ഒരു കലയാണ്. കാരണം നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ സംസ്കാരത്തെ നമ്മളെങ്ങനെ നമ്മളായി എന്ന് പറയുന്ന ഒരു വലിയ ചരിത്രമാണ് മംഗലംകളിപ്പാട്ടുകൾ, പണിയാട്ടം, അതുപോലെ ഇരളാട്ടവും മറയൂരാട്ടവും ഒക്കെ. നാം വന്ന വഴിയെ എത്രമാത്രം ത്യാഗനിർഭരമായിരുന്നു നമ്മുടെ പഴമക്കാർ നമുക്ക് വേണ്ടി എന്തൊക്കെ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടത്തിയെന്ന് പറയുന്ന കളികളാണിപ്പോൾ ഈ വേദിയിൽ അരങ്ങേറിയത്. കാസർഗോഡിൻ്റെ മംഗലംകളിയുടെ സംഘമാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത്. ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷിനോജൊക്കെ ചേർന്ന്, രഘുവൊക്കെ ചേർന്ന് ഒരുക്കിയ കളിയാണിത്. മംഗലത്തിനാണ് കളിക്കുന്നതെങ്കിലും ഇതിൽ പറഞ്ഞു പോകുന്നതും ചെക്കനെക്കുറിച്ചോ പെണ്ണിനെക്കുറിച്ചോ എന്നുള്ള വർണ്ണനകളൊന്നുമല്ല. ഇവിടെ എങ്ങനെ ജീവിക്കുമെന്നുള്ളതാണ് പ്രാകൃതമായ ശിക്ഷാരീതി. അതിൽ സങ്കടങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, നിലവിളികളുണ്ട്, ഇണക്കങ്ങളും പിണക്കങ്ങളുമുണ്ട്. അതുപോലെ പ്രതിഷേധത്തിൻ്റെ ശബ്ദങ്ങളൊക്കെ മുഴക്കുന്ന പാട്ടുകളാണ് ഈ മംഗലം കളിയിലുള്ളത്. ഉദാഹരണത്തിന് ഉറികുട്ടിപ്പാള് എന്ന് പറഞ്ഞ് പാടുന്ന ഉറിയൻ്റെ പലുറിയാണ്ട് ഉറികുട്ടിപ്പാള്, ഈ പാട്ട് എന്ന് പറയുന്നത് പണ്ട് തമ്പുരാക്കന്മാർ കീഴാളന്മാരോട് നടത്തിയൊരു ശിക്ഷാരീതിയാണ്. തെറ്റു ചെയ്തു എന്ന് തമ്പുരാൻ്റെ കണ്ണിൽ തോന്നിയ ആളുകളെ ഏതെങ്കിലും വലിയ തെങ്ങിനോ കുന്തത്തിനോ പിടിച്ചു കെട്ടി അവരുടെ കാൽ ചുവട്ടിലേക്ക് ഇറുമ്പിൻ്റെ കൂട് വയ്ക്കുകയാണ്. ആ ഇറുമ്പ് ശരീരമാസകലം കയറി ഇറങ്ങി കണ്ണിലും മൂക്കിലൊക്കെ കടിച്ച് അത് വ്രണമായി മാറുന്ന രീതിയിലുള്ള ശിക്ഷാരീതികൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ കേരളം ആകെ ഏറ്റുപാടുന്ന, ലോക മലയാളികൾ ഏറ്റുപാടുന്ന എള്ളുള്ളേരി എള്ളുള്ളേരി എന്ന് പറയുന്ന പാട്ട് അതൊരു വലിയ പ്രതിഷേധത്തിൻ്റെ സ്വരമാണ്. മാണിനാഗേരി എന്ന് പറയുന്ന ആളുടെ പെങ്ങൾ ഋതുമതിയാവുകയും ഋതുമതിയായതിനു ശേഷം ആഘോഷപൂർവ്വം കൊണ്ടാടേണ്ട സമയത്ത് ഈ മാണിനാഗേരി എന്ന് പറയുന്ന ആങ്ങള സ്ഥലത്തില്ല, ആങ്ങള നിർബന്ധമാണ് ആഘോഷത്തിന്. ദൂരെ എവിടെയോ അടിമവേലക്ക് തമ്പുരാക്കന്മാർ വിട്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ ആങ്ങളയെ തപ്പി കൂട്ടാളികൾ പല ഭാഗത്ത് പോകുന്നു. കാസർഗോഡ്, മൈസൂർ, അതുപോലെ വീരാജ്പേട്ടയൊക്കെ പോയി. ഈ നാടെങ്ങും അന്വേഷിച്ചിട്ടും അടിമവേലക്ക് പോയ മാണിനാഗരെ കണ്ടുകിട്ടാനില്ല. അങ്ങനെ മാണിനാഗരെ കണ്ടുകിട്ടാത്തതിലുള്ള തമ്പുരാനോടുള്ള പ്രതിഷേധമാണ് സ്വയം അടിച്ച് വേദനിപ്പിച്ച് അവർ പറഞ്ഞു തീർക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ. പിന്നെ മുന്നായി നെല്ല് കൊണ്ട് പുരുളിപ്പാട്ട്, പുരുളിക്കും വൈക വൈക പുരുളി, പുരുളിക്കും വൈക വൈക, മുന്നായി നെല്ല് കൊണ്ട് പുരുളി മക്കളെ പോറ്റുണ്ട്. അത് കൂലിയായി കിട്ടുന്ന മുന്നായി നെല്ല് കൊണ്ട് ഞങ്ങളങ്ങനെ മക്കളെ പോറ്റും, ഞങ്ങളങ്ങനെ ചപ്പ് വാങ്ങും, ഞങ്ങളങ്ങനെ അരി വാങ്ങുന്നൊക്കെ പറയുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും സങ്കടകരമായ കാഴ്ചയാണ് നമുക്ക് ഈ മംഗലംകളി പാട്ടുകളിലൂടെ പോയാൽ കാണാൻ കഴിയുക. നമ്മുടെ വർത്തമാനകാലത്തെ ചരിത്രത്തെ, ഒരു എഴുതപ്പെടാത്ത ചരിത്രമാണ് മംഗലം കളിയും അതിൻ്റെ പാട്ടുകളുമെന്ന് നമുക്ക് മംഗലം കളി പാട്ടുകളിലൂടെ നടന്നു പോയാൽ നമുക്ക് മനസ്സിലാവും. തുടിയാണ്. തുടി എന്ന് പറയുമ്പോൾ തുടിപ്പ്, കിഴാളൻ്റെ നെഞ്ചിലെ തുടിപ്പാണത് അല്ലേ? പാട്ടിൽ തന്നെ പറയുന്നില്ലേ, എനിക്കിവിടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് പുറത്താക്കിയാലും ഞാൻ എൻ്റെ ശക്തി മൊത്തം തുടിയിലടിച്ച് തീർക്കുമെന്നുള്ളതാണ് പറയുന്നത്. തുടിയടിച്ച് അവൻ്റെ സങ്കടങ്ങളെ, അവൻ്റെ സന്തോഷങ്ങളെ, അവൻ്റെ പ്രതിഷേധങ്ങളെ ഒക്കെ അവനടിച്ചു പാടി കൊട്ടി തീർക്കും. അങ്ങനെ പഴമക്കാർ കൊട്ടിപ്പാടിയത് കൊണ്ടാണ്, അമർത്തി ചവിട്ടിയത് കൊണ്ടാണ് നമ്മളിന്നിങ്ങനെ ഏത് നിറമുള്ളവനും ഏത് നിറമില്ലാത്തവനും ഏത് ജാതിപ്പെട്ടവനും മതത്തിൽപ്പെട്ടവനും ഇവിടെ ജീവിച്ചു പോകുന്നത്. ആ പോയ വഴിയെ ഒന്ന് ഓർമ്മിപ്പിക്കുക, അത് നിർബന്ധമാണ്. അതിനെ ഇങ്ങനെ ഒരു കലാരൂപത്തെ, 5 കലാരൂപം, ഈ 5 കലാരൂപത്തെ ഇങ്ങനെ വേദിയിലേക്ക് എത്തിച്ച വിദ്യാഭ്യാസ വകുപ്പിനെ എത്ര അഭിനന്ദിച്ചാലും അല്ലേ മതിയാവില്ല എന്നുള്ളതാണ്. തീർച്ചയായും പണിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി തുടങ്ങി 5 ഐറ്റങ്ങളാണ് ഇത്തവണ കലോത്സവം. അതൊരു വിപ്ലവകരമായ മാറ്റമായിട്ടാണ് നമ്മൾ ഇതുവരെ കണ്ടുവന്നതൊക്കെ സവർണരുടെ കളികളായിരുന്നു, തിരുവാതിരക്കളി പോലെ. അപ്പോൾ അതൊക്കെ ഒരു വിനോദത്തിന് വേണ്ടി ഉണ്ടായിരുന്നതാണ്, സമയം നേരം കൊല്ലാൻ വേണ്ടി ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇങ്ങനെ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ കല വരുമ്പോഴാണ് അത് ജീവിതത്തിനോടുള്ള സമരവും പ്രതിഷേധവുമായി മാറുന്നത്. അത് നമ്മുടെ കുട്ടികൾ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് നമ്മൾ കാണേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, കുറേ കാലം ഇനിയും നിലനിൽക്കേണ്ടതാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ നികേഷ് താവത്തിനൊപ്പം KN വർഷ. കലോത്സവ നഗരിയിൽ സോൾജിയേഴ്സിന് കൈത്താങ്ങായി ഭാര്യമാരും എത്തി. കലോത്സവ നഗരിയിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന പയ്യന്നൂർ സോൾജിയേഴ്സ് ക്ലബ് അംഗങ്ങളുടെ ഭാര്യമാരാണ് പയ്യന്നൂർ BRCക്കടുത്ത് കുടിവെള്ളം വിതരണം ഏറ്റെടുത്തിരിക്കുന്നത്. ആദ്യ ദിനം തന്നെ നമ്മളൊരു വാർത്ത നൽകിയിരുന്നു. പയ്യന്നൂരിലെ സോൾജിയേഴ്സ് ക്ലബ്ബ്, അതായത് നമ്മുടെ പട്ടാളക്കാർ ഇവിടെ കുട്ടികളുടെ ഒരു ആരോഗ്യമൊക്കെ മുൻപിൽ കണ്ടുകൊണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം നൽകുകയും ഇപ്പോഴത്തെ ഈ ഒരു പടർന്നു പിടിക്കുന്ന അസുഖങ്ങൾക്കൊക്കെ ഒരു വിഘാതമാക്കുക എന്നുള്ള രീതിയിലൊക്കെ അവർ വെള്ളം നൽകുന്ന ഒരു വാർത്ത നമ്മൾ ആദ്യ ദിനം നൽകിയിരുന്നു. എന്നാൽ ഇന്ന് അത് സ്ത്രീ പ്രാതിനിധ്യത്തിന് വഴി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സോൾജിയേഴ്സിൻ്റെ ഭാര്യമാരാണ് ഇന്ന് ഈ പവലിയൻ മുഴുവനായും കൈകാര്യം ചെയ്യുന്നത്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ഇന്ന് ഇവിടെ രാവിലെ മുതൽ നിങ്ങൾ പണികൾ തുടങ്ങി തോന്നില്ലേ? രാവിലെ തുടങ്ങി. പിന്നെ സന്തോഷം തോന്നുന്നു. കാരണം കലോത്സവത്തിൽ ഇങ്ങനെ കുട്ടികൾക്ക് പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കുന്നത്. അത് മിനറൽ വാട്ടർ വാങ്ങിയിട്ട് ഇവരെ സ്വന്തം ഓൺ ചെലവിലാണ് ഇവർ വാങ്ങിയിട്ടുള്ളത്. അല്ലാണ്ട് വേറെ ഷെയർ പുറത്തുനിന്ന് ആരും പൈസയോ കാര്യമൊന്നും വാങ്ങാൻ നിന്നില്ല. ഇവരെന്നെ പൈസ എടുത്തിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു കാര്യം ചെയ്യുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പല അസുഖങ്ങളും വരാൻ ഒരുപാട് സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പിന്നെ രാമച്ചം, പിന്നെ രക്തചന്ദനം, ഏലക്കായ്, പിന്നെ ദാഹശമനി അങ്ങനെയുള്ള പാക്കറ്റെല്ലാം ഉപയോഗിച്ചിട്ട് ആണ് ഇവർ പിന്നെ വെള്ളം തിളപ്പിച്ചാറ്റിയിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. പട്ടാളക്കാർ ഇവിടെ ലീവിന് വന്ന് എല്ലാവരും ഇപ്പോൾ ഇതിൽ തന്നെയുണ്ട്. കാരണം 20 ദിവസത്തെ ലീവിനാണ് വരുന്നുണ്ടെങ്കിൽ കലോത്സവം തുടങ്ങിയത് മുതൽ കലോത്സവം തീരുന്നത് വരെ ഇവർ 10-20 ആൾക്കാർ സജീവമായിട്ട് തന്നെയുണ്ട്. ബാക്കി ആൾക്കാരൊക്കെ പുറത്താണുള്ളത്, ഡ്യൂട്ടിക്കും കാര്യത്തിലൊക്കെ ഡ്യൂട്ടിയിലല്ലേ ഉള്ളത്. അപ്പം ഭയങ്കര സന്തോഷം തോന്നി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരിങ്ങനൊരു നല്ലൊരു പ്രവൃത്തി ചെയ്യുന്നതിൽ. അപ്പം പയ്യന്നൂർ സോൾജിയേഴ്സിൻ്റെ ഭാര്യമാരായിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനം തോന്നുന്നു സത്യം പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു ദിവസം നിങ്ങളും കൂടി ഇവിടത്തേക്ക് ജോലി ചെയ്യാൻ വരാമെന്ന്. സത്യത്തിൽ അതെ. കാരണം എനിക്ക് 5 മാസം പ്രായമുള്ളൊരു മോനുണ്ട്. മോനെ വീട്ടിലാക്കിയിട്ട് ഞാൻ വന്നിന്. കാരണം നല്ലൊരു കാര്യമല്ലേ ചെയ്യുന്നത്. അപ്പോൾ മോനെ അവിടെ ഉറക്കി കിടത്തിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സമയം നിന്നിട്ട് ഒന്ന് ഇതാക്കിയിട്ട് പോകാമെന്ന് ചോദിച്ചിട്ടാണ്. താങ്ക് യു. ഇവരുടെ ഒരു നല്ല മനസ്സ് നമ്മൾ കാണേണ്ടതും വാർത്തയാക്കേണ്ടതും ഒക്കെ തന്നെയാണ്. അപ്പോൾ സോൾജിയേഴ്സിനൊപ്പം തന്നെ അവരുടെ ഭാര്യമാരും ഈ കലോത്സവ വേദിയിൽ അവരുടേതായ ഒരു പങ്ക് നിർവഹിക്കപ്പെടുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.
പതിനായിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്ന കലോത്സവ നഗരിയിൽ മാതൃകാപരമായ പ്രവർത്തികളിലേർപ്പെട്ട് വിദ്യാർത്ഥികൾ സ്വയം ഡ്യൂട്ടി ചോദിച്ചു വാങ്ങി. കലോത്സവ നഗരിയിലെത്തിയ ഗൈഡ്സ് കുട്ടികൾ തങ്ങൾക്ക് കൈവന്ന ഭാഗ്യമായാണ് കലോത്സവ ഡ്യൂട്ടിയെ കാണുന്നത്. കലോത്സവ നഗരിയിൽ SPC പോലെ യൂണിഫോം ഇട്ട കുട്ടികളുടെ സ്റ്റോറി 2 ദിവസം മുൻപ് നമ്മൾ നൽകിയിരുന്നു. അവർക്ക് കിട്ടുന്ന പ്രത്യേക പരിഗണന, അതുപോലെ അവർ ഈ കലോത്സവ വേദിയിൽ 10,000 എത്തുമ്പോൾ അവരിവിടെ ചെയ്യുന്ന ഒരു കടമയുണ്ട്. അതൊക്കെ നമ്മൾ കാണാതെ പോകാൻ പാടില്ല. അതിനെക്കുറിച്ച് നമ്മൾ സ്റ്റോറി ഇടുന്നു. അപ്പോൾ നമുക്ക് ഗൈഡ്സിൽ കുട്ടികളെ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് കുറച്ച് കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു പ്രവർത്തനങ്ങളൊക്കെ, നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു പ്രവർത്തനം ഞാൻ ഇവിടെ കാഴ്ചവെച്ച് നമ്മൾ വിശ്വസിക്കുന്നു. അടിപൊളിയാണ്. അവളുടെ പേരെങ്ങനെ? ദേവിക. ഇപ്പം ഈ വർഷമാണോ അല്ല കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ രാജ്യ പുരസ്കാർ കഴിഞ്ഞതാ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തൊക്കെ ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടി വന്നത്? നമ്മ പ്ലാസ്റ്റിക് പറക്കാനും കച്ചറൊക്കെ പറക്കി നല്ല സ്റ്റേജിൽ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. കസരയെല്ലാം ഒതുക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതെ, ഇപ്പോൾ ഹരിത പ്രോട്ടോകോൾ പ്രകാരമാണ് ഇപ്പോൾ കലോത്സവം മുന്നേറുന്നത്. അപ്പോൾ അതിനൊക്കെ വലിയ പ്രാധാന്യം നിങ്ങളും നൽകുന്നുണ്ട്. അതെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു, അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ ചുമതലകൾ ഭാവിയിൽ നമുക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. ആരാണ് അധ്യാപകർ, ആരൊക്കെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? മുനീറ ടീച്ചറാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ടീച്ചറോട് അങ്ങോട്ട് പോയി ചോദിക്കുക, ടീച്ചർ നമുക്ക് ഡ്യൂട്ടി ഇല്ലേ, ഫസ്റ്റ് ഓർമ്മ ഇല്ല. പിന്നെ ഇന്നലെ രാത്രി തന്നെ ടീച്ചർ വിളിച്ചു ഡ്യൂട്ടി ഉണ്ട് പറഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ എല്ലാവരും റെഡിയാന്ന് പറഞ്ഞ് തയ്യാറായി. ഈ കലോത്സവ വേദിയിൽ നമുക്കറിയാം നല്ല ചൂടാണ്, പൊടിയാണ്, ആളുകളുടെ ബഹളമാണ്. അതൊക്കെ അവിടെ നിന്ന് ജോലി ചെയ്യുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? ഒന്നും തോന്നില്ല, വളരെ ഹാപ്പിയാണ്. ഇങ്ങനൊരു ഇതന്നെ കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട്. വലിയ ഭാഗ്യമായിട്ടാണ് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊടിയത്തും വെയിലത്തൊക്കെ നിന്ന് ഇത്രയും ചെറിയ പ്രായത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി ചെറിയ മടുപ്പൊക്കെ ആയിരിക്കും കുട്ടികൾക്ക് തോന്നുക. പക്ഷേ അവർക്ക് ലഭിച്ച ഒരു ഭാഗ്യമായിട്ടും ടീച്ചറിനോട് അങ്ങോട്ട് പോയി ചോദിച്ചിട്ടൊക്കെയാണ് ഡ്യൂട്ടി എടുത്തതെന്ന് കേൾക്കുമ്പോൾ ശരിക്കും അഭിമാനിക്കേണ്ടുന്നൊരു നിമിഷം തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. കോറോം സർവീസ് സഹകരണ ബാങ്ക് കോപ്പറേറ്റീവ് പെയിന്റ്സ് മുതിയലത്ത് പ്രവർത്തനം ആരംഭിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കോറോം സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ സംരംഭമായ കോപ്പറേറ്റീവ് പെയിന്റിംഗ് ഷോറൂമിന്റെ ഉദ്ഘാടനം മുതിയലത്ത് നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തരം ബാങ്കുകളൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന നിലയുണ്ടാകുമോ എന്ന ആശങ്ക പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത് സഹകാരികളുടെ ആകെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളൊരു കാര്യം. പക്ഷേ ജനങ്ങളുണ്ടാക്കിയിട്ടുള്ളൊരു ബാങ്ക് വിപുലമായ നിലയിൽ ജനകീയ അടിത്തറയിൽ ജനകീയ പിന്തുണയിൽ നിൽക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ ഇത് ഏത് നിലയിലായാലും മികച്ച നിലയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയേ വഴിയുള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ്. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ സൈബുന്നീസ MK ആദ്യ വിൽപ്പന നിർവഹിച്ചു. കോറോം ബാങ്ക് വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ A, 9ാം വാർഡ് കൌൺസിലർ P ലത, 14ാം വാർഡ് കൌൺസിലർ T ചന്ദ്രമതി, P സന്തോഷ്, AP ഗംഗാധരൻ, രാജീവൻ K, രാജൻ NV, കാർത്യായനി K, M അംബു, VV ഗിരീഷ് കുമാർ, M സുനിൽകുമാർ, KC സുരേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കോഓപ്പറേറ്റീവ് പെയിന്റ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 7924244493 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോടതി സമുച്ചയം നിർമ്മാണം അവസാന ഘട്ടത്തിൽ. പയ്യന്നൂർ കോടതി കെട്ടിട നിർമ്മാണം ജനുവരിയിൽ പൂർത്തിയാകുമെന്ന് TI മധുസൂദനൻ MLA അറിയിച്ചു. കോടതി കെട്ടിടത്തിനായി 14 കോടി രൂപയാണ് ഗവൺമെന്റ് ഭരണാനുമതി നൽകിയിരുന്നത്. ബേസ്മെന്റ്, ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 6 നില കെട്ടിടം നിർമ്മിക്കുന്നതിനാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതും ഭരണാനുമതി ലഭിച്ചതും. സാങ്കേതിക അനുമതി ലഭിക്കുന്ന ഘട്ടത്തിൽ ബേസ്മെന്റ് പ്രായോഗികമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ബേസ്മെന്റ് ഒഴിവാക്കുകയും ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 5 നിലയുടെ സാങ്കേതിക അനുമതി നേടുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ GST 12% നിന്ന് 18% ഉയർത്തിയതിനാലും സാങ്കേതിക അനുമതി ഘട്ടത്തിൽ ഫൗണ്ടേഷനിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും പൈൽ റിസിറ്റിന്റെ അടിസ്ഥാനത്തിൽ പൈലിൽ മാറ്റം വരുത്തുകയും 25 ഉണ്ടായിരുന്നത് 31 ഉയരുകയും ചെയ്തു. നേരത്തെ നൽകിയിരുന്നതിനേക്കാൾ തുക ചുറ്റുമതിൽ നിർമ്മാണത്തിന് വേണ്ടിവരികയും ചെയ്തു. ഇങ്ങനെ അധികം വരുന്ന തുകയ്ക്ക് ഭരണാനുമതി ലഭിക്കാത്തതിനാൽ നേരത്തെ ഭരണാനുമതി ലഭിച്ച 14 കോടി രൂപയിൽ നിർത്തി എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തുകയും ഗ്രൗണ്ട് ഫ്ലോർ അടക്കം പൂർത്തീകരിക്കുന്ന രീതിയിൽ മാറ്റുകയും ചെയ്തു.
ലിഫ്റ്റ്, ജനറേറ്റർ, ഫയർ ഫൈറ്റിംഗ് ഉൾപ്പെടെ ഇലക്ട്രിക്കൽ പ്രവൃത്തികൾക്കെല്ലാമായി 1.14 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. GSTയിലെ മാറ്റവും റേറ്റിൽ വന്ന വർധനവും കാരണം നേരത്തെ വകയിരുത്തിയ തുകയിൽ എല്ലാ ഇലക്ട്രിക്കൽ പ്രവൃത്തികളും ചെയ്യാൻ കഴിയാത്ത നിലയിലാണുള്ളത്. ഫയർ ഫൈറ്റിംഗ് ഒഴികെ ബാക്കി എല്ലാ പ്രവൃത്തികളും അടിയന്തരമായി പൂർത്തീകരിക്കാനും ഫയർ ഫൈറ്റിംഗ് സംവിധാനത്തിന് വേണ്ടി വരുന്ന അധിക തുകയ്ക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിൽ നിന്ന് ഭരണാനുമതി ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും മൊത്തം അനുവദിച്ചിട്ടുള്ള 14 കോടിയിൽ നിന്ന് GST കഴിച്ചിട്ടുള്ള നിലയിൽ ഇതിൻ്റെ പണി അടിയന്തരമായിട്ട് പൂർത്തീകരിക്കണം എന്ന രൂപത്തിലാണ് ഞങ്ങളെല്ലാവരും, ബാർ അസോസിയേഷനായാലും ഞങ്ങൾ ജനപ്രതിനിധികളെന്ന നിലയ്ക്കും ഇതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ GroundPlus2 അതിൻ്റെ 3 ഇപ്പോൾ പണി ഫസ്റ്റ് ഫേസ് എന്ന നിലയ്ക്ക് പിന്നെ പൂർത്തീകരിക്കാം. അതിൽ 2 ലിഫ്റ്റ് ഉള്ളത് ഒരു ലിഫ്റ്റായിട്ട് ചുരുക്കിയാൽ മാത്രമേ ഈ പൈസ ഇന്ന് GST കൂടി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അത് നമുക്ക് പിന്നെ ക്രമീകരിച്ച് പോകാൻ വേണ്ടി പറ്റുള്ളൂ. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനോജ്, ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ലിമി, അഡ്വക്കേറ്റ് രാജേഷ് പിലാങ്കു, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, അഡ്വക്കേറ്റ് K വിജയകുമാർ എന്നിവരും TI മധുസൂദനൻ MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാസർഗോഡ് റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിനായി ഉദനൂരിൽ നടന്നുവരുന്ന ഒരുക്കങ്ങളിൽ ഹരിതമേളയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാവുന്നു. കലോത്സവ നഗരിയിലെ മുഴുവൻ വേദികളിലും അനുബന്ധ കാര്യങ്ങൾക്കും ഉപയോഗിക്കുക വിത്ത് പേനകളും തുണിസഞ്ചിയും. ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പരിസരങ്ങളിലെയും 12 വേദികളിലായി നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുക. രജിസ്ട്രേഷൻ നടപടികൾ മുതൽ വിധികർത്താക്കളുടെ വരെ ഉപയോഗത്തിനായാണ് കലോത്സവ നഗരിയിൽ വിത്ത് പേനയും തുണിസഞ്ചിയും. ഓരോ ഇനത്തിന്റെയും ഫയലുകളും അനുബന്ധ സാമഗ്രികളും എല്ലാം വേദിയിൽ എത്തിക്കുക തുണിസഞ്ചികളിലാണ്. ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസ്ഥിതി ക്ലബ് അംഗങ്ങൾ ചേർന്ന് 500 വിത്ത് പേനയാണ് കലോത്സവത്തിൽ ഉപയോഗിക്കാൻ നിർമ്മിച്ചത്. പേനകളുടെ അടപ്പിൽ ഉമ, 90 തുടങ്ങിയ നെൽവിത്തുകൾ വിദ്യാർത്ഥികൾ നിറച്ചു. പേനകളും ഫയലുകളും അനുബന്ധ സാമഗ്രികളും എത്തിക്കുന്നതിനായി തുണിസഞ്ചി നിർമ്മിച്ച് എത്തിച്ചത് മുള്ളേരിയിൽ നിന്നാണ്. AUPS മുള്ളേരിയയിലെ പരിസ്ഥിതി ക്ലബിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ രക്ഷിതാക്കളുടെ സഹായത്തോടെ തയ്ച്ചെടുത്തതാണ് 500 തുണിസഞ്ചികൾ. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തുണിസഞ്ചികളും വിത്തുപേനകളും കലോത്സവ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ CJ സജിത്ത് ഏറ്റുവാങ്ങി. എല്ലാവരും ഇടപെട്ടുകൊണ്ട് ഈ കലോത്സവം ഒരു ചരിത്ര വിജയമാക്കാൻ വേണ്ടി വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം നമ്മുടെ വിവിധ സബ് കമ്മിറ്റികൾ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ സജീവമായിരിക്കുന്നു. ഞങ്ങളൊക്കെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാം കമ്മിറ്റി, പിന്നെ പ്രചരണ കമ്മിറ്റി, മീഡിയ കമ്മിറ്റി, ഭക്ഷണ കമ്മിറ്റി, എല്ലാ കമ്മിറ്റികളും ഇപ്പൊ നമ്മുടെ അധ്യാപകരെല്ലാം വളരെ സജീവമായി ഇതിന്റെ ഭാഗമായി നിൽക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ സജീവമായി ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ്. ഈ നാട്ടിലെ ഓരോ മനുഷ്യനും ഈ നാടിന്റെ ഒരു ഉത്സവം എന്ന രീതിയിലേക്ക് ഉദനൂർ കലോത്സവത്തെ കണ്ട് അത് ഏറ്റെടുത്തിരിക്കുകയാണ്. സ്കൂൾ പ്രിൻസിപ്പൽ PV ലീന അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക K സുബൈദ, ഹരിത കേരള കോർഡിനേറ്റർ മനോജ് പിലിക്കോട്, പ്രോഗ്രാം കൺവീനർ KV സത്യൻ, M സാവിത്രി, PV ലത, K ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സൈക്കിൾ പെരുമയിൽ ദേശാന്തരങ്ങളിൽ പോലും അറിയപ്പെടാറുള്ള ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം വീണ്ടും എത്തുമ്പോൾ പ്രചരണത്തിനായി നാട്ടുവഴികളിലൂടെ വിദ്യാർത്ഥികളുടെ സൈക്കിൾ റാലി. തൃക്കരിപ്പൂർ, പടന്ന പഞ്ചായത്തുകളിലായാണ് 100 കണക്കിന് സ്കൂൾ വിദ്യാർത്ഥികൾ സൈക്കിളിൽ പ്ലക്കാർഡുമായി പ്രചരണത്തിനിറങ്ങിയത്. ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നിന്നും 2 സംഘങ്ങളായി തിരിഞ്ഞ വിവിധ ഗ്രാമീണ പാതകളിലൂടെ വിദ്യാർത്ഥികൾ സൈക്കിളിൽ പ്രചാരണം നടത്തി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും ജൂനിയർ റെഡ് ക്രോസ്, ഇക്കോ ക്ലബ്, ലിറ്റിൽ കൈറ്റ്സ് തുടങ്ങി വിവിധ വിദ്യാർത്ഥി വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ വ്യത്യസ്ത നിറങ്ങളിലുള്ള ടീഷർട്ടുകൾ ധരിച്ചാണ് ആൺകുട്ടികളും പെൺകുട്ടികളും സൈക്കിളിൽ നാട്ടിടവഴികളിലൂടെ കലോത്സവം വിളംബരപ്പെടുത്തിയത്. വാഹന പുകമലിനീകരണം ഒഴിവാക്കി പരിസ്ഥിതിക്ക് അനുകൂലമായതും കായിക പ്രാധാന്യമുള്ളതുമായ സൈക്കിൾ ഉപയോഗിച്ച് നടത്തിയ പ്രചാരണം ഏറെ ശ്രദ്ധ നേടി. സ്കൂൾ മൈതാനത്തു നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ സൈക്കിൾ റാലി ഉദ്ഘാടനം ചെയ്തു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ CJ സജിത്ത് അധ്യക്ഷത വഹിച്ചു. പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M സുമേഷ്, പ്രധാനാധ്യാപിക K സുബൈദ, മീഡിയ കൺവീനർ റഷീദ് മൂപ്പന്റകത്ത്,
വി സുരേഷ്, പി വിനയകുമാർ, പി ലീന, പി അഷ്റഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. PTA പ്രസിഡന്റിന്റെയും അതോടൊപ്പം മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റിയുടെയും പൂർണ്ണ പിന്തുണയോടുകൂടി ഇങ്ങനെ ഒരു ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ വേള ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തെ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രഥമ ശുശ്രൂഷ ജീവൻ രക്ഷാ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ഇൻചാർജ് എം ശാന്ത ഉദ്ഘാടനം നിർവഹിച്ചു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രഥമ ശുശ്രൂഷ ജീവൻ രക്ഷാ പരിശീലന പരിപാടിയുടെ ഭാഗമായി കുടുംബശ്രീ വളണ്ടിയർമാർക്ക് ചീമേനിയിലെ കുടുംബശ്രീ CDS ഹാളിൽ വെച്ച് പരിശീലനം നൽകി. പരിപാടിയിൽ 16 വാർഡുകളിൽ നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയർമാർക്കാണ് പരിശീലനം നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് എം ശാന്ത ഉദ്ഘാടനം നിർവഹിച്ചു. വരാനിരിക്കുന്നത് അതിനേക്കാളും നല്ല ക്ലാസ് എന്നുള്ള നിലയിലാണ്. പെട്ടെന്ന് നമ്മൾ ഒന്ന് തളർന്ന് വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ തൊഴിൽ സൈക്കിളിനെല്ലാം. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവൻ കെ ക്ലാസ് എടുത്തു. ഭാർഗവി കെ, രജിത തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. പിലാത്തറ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ നെറ്റ് സീറോ കാർബൺ ഹരിത ക്യാമ്പസായി പ്രഖ്യാപിച്ചു. അസിസ്റ്റന്റ് കളക്ടർ സായി കൃഷ്ണ IAS നെറ്റ് സീറോ കാർബൺ ഹരിത ക്യാമ്പസ് പ്രഖ്യാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണം, കാർബൺ രഹിത ഊർജോൽപാദനം എന്നിവയിലുള്ള മികവ് പരിഗണിച്ചാണ് പിലാത്തറ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ നെറ്റ് സീറോ കാർബൺ ഹരിത ക്യാമ്പസായി പ്രഖ്യാപിച്ചത്. അസിസ്റ്റന്റ് കളക്ടർ സായി കൃഷ്ണ IAS ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ EK സോമശേഖരൻ, കോളേജ് ചെയർമാൻ IV ശിവരാമൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MT സവിത, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ T ശോഭ, മാനേജിംഗ് ഡയറക്ടർ വിജയൻ അടുക്കാടൻ, ശ്രീലത KV, PP അംബുജാക്ഷൻ, സുബിൻ കുമാർ TV, അഞ്ജിത KK, പ്രിൻസിപ്പൽ ഡോക്ടർ KM പ്രസീദ്, ഗ്രീൻ ബ്രിഗേഡ് കോർഡിനേറ്റർ TV ബിന്ദു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. സൗത്ത് ഇന്ത്യൻ സിനിമ ടെലിവിഷൻ അവാർഡ് 2024 എക്സലന്റ് അവാർഡ് അമ്മത്തൊട്ടിൽ ഷോർട്ട് ഫിലിമിന് ലഭിച്ചു. K മുരളീധരനിൽ നിന്ന് ഷോർട്ട് ഫിലിമിന്റെ അണിയറ പ്രവർത്തകരായ രഞ്ജിത്ത് കോയിപ്രയും ചന്ദ്രൻ കാരാട്ടും ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. സൗത്ത് ഇന്ത്യൻ സിനിമ ടെലിവിഷൻ അവാർഡ് 2024 എക്സലന്റ് അവാർഡ് അമ്മത്തൊട്ടിൽ ഷോർട്ട് ഫിലിമിന് ലഭിച്ചു. ഷോർട്ട് ഫിലിമിന്റെ നിർമ്മാണവും എഡിറ്റിംഗും രഞ്ജിത്ത് കോയിപ്രയും, സംവിധാനവും ക്യാമറയും ചന്ദ്രൻ കാരാട്ടും, തിരക്കഥയും സംഭാഷണവും ഗിരീഷ് കോയിപ്രയുമാണ് നിർവഹിച്ചത്. തിരുവനന്തപുരത്ത് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടന്ന ചടങ്ങ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലുള്ള പരിപാടികളിൽ നിന്ന് തന്നെ സംഘടിപ്പിച്ചിട്ടുള്ള ചെറുതുമായ പരിപാടികളിൽ K മുരളീധരനിൽ നിന്ന് രഞ്ജിത്ത് കോയിപ്രയും ചന്ദ്രൻ കാരാട്ടും ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. ഐശ്വര്യം നിറഞ്ഞ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നടുങ്ങി വിറച്ച് പലിയേരി ഗ്രാമം. ഇതേവരെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാത്ത നാടിന് കൊലപാതക വാർത്ത വലിയ നടുക്കമാണ് സൃഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ കരിവെള്ളൂർ പലിയേരി കോവിലിലെ P ദിവ്യശ്രീയെ ഭർത്താവ് രാജേഷ് വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതി രാജേഷിനെ കോടതിയിൽ ഹാജരാക്കി. പയ്യന്നൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിന്റെ 4ാം നാളായ ഇന്നും നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് മത്സരങ്ങൾ നടന്നത്. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ കലോത്സവത്തിൽ മിന്നും പ്രകടനങ്ങളാണ് കുട്ടികൾ കാഴ്ചവെക്കുന്നതും. ഇന്ത്യ സഖ്യത്തിൽ നിന്നും വ്യതിചലിച്ചതിന്റെ ആഘാതമാണ് കോൺഗ്രസിന് പല സംസ്ഥാനങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടാൻ കാരണമായതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ EP ജയരാജൻ പറഞ്ഞു. CPM ചെറുവത്തൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ടൗണിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം.
ശനിയാഴ്ച കേരളം ദർശിക്കാൻ പോകുന്നത് UDFന്റെ കരുത്ത് കാട്ടുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സമ്മേളനം നടക്കാവ് മിഥിലജ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.